ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ വലിയ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. എന്തോന്നുള്ള വിളി കേൾക്കുമ്പോൾ അറിയാം വലിയ സന്തോഷമാണെന്ന്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഈശോയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ വീണ്ടും സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. പ്രാർത്ഥിക്കണ്ടേ? ഈശോയെ നമുക്ക് ഈ സന്തോഷമൊക്കെ തരുന്നതല്ലേ, എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന ഈശോയാ. ഈശോ നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് കൈകൂപ്പി പിടിക്കുക. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ, കൂടുതൽ പഠിക്കുവാൻ ഞങ്ങളിന്ന് വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈശോയെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അങ്ങ് വർഷിച്ചതിനെക്കുറിച്ച്. ഈശോയെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് ഈശോ ഞങ്ങളോട് പറഞ്ഞത്. ഈശോയെ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലവണ്ണം മനസ്സിലാകുവാൻ, അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുവാൻ അവിടുത്തെ വലിയ കൃപ, അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിലേക്ക് നൽകണമേ. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രത്യേകം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ നിമിഷം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവരെല്ലാം അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മേ, അമ്മയുടെ നീല കാപ്പയിൽ പൊതിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കണമേ. അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം യാചിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. സന്തോഷമല്ലേ? സന്തോഷമാണ്. നിങ്ങളെ കാണുമ്പോൾ സാറിന് എന്ത് സന്തോഷമെന്നറിയാവോ? നിങ്ങൾക്ക് സന്തോഷമല്ലേ സാറിനെ കാണുന്നത്? സന്തോഷം അല്ലേ? നമ്മൾ ഏത് പാഠത്തെയാണ് പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? ഏത് പാഠമാണ് പഠിച്ചത്? ഈശോയുടെ സ്വർഗാരോഹണവും പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതല്ലേ? ഓർക്കുന്നില്ലേ? ഈശോ ഉദ്ധാനം ചെയ്ത് 40 ദിവസം അവരെ എന്ത് പഠിപ്പിച്ചു എന്നാണ് പഠിച്ചത്? ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. അവരെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവർക്ക് വേണ്ട തെളിവുകളെല്ലാം നൽകി, ദൈവരാജ്യത്തെക്കുറിച്ച് വേണ്ട തെളിവുകളെല്ലാം നൽകി ജീവിക്കുന്നവനായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അവരുടെ കൂടെ നടന്നു. എന്നിട്ട് 40-ാം ദിവസം അവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരോട് എന്താ പറഞ്ഞത്? നിങ്ങളെ ഞാനൊരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലേ? നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പോയി നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരൊരു ചോദ്യം ഈശോയോട് ചോദിച്ചു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ക്രിസ്റ്റീന എന്തോ പറയുന്നുണ്ടല്ലോ. എന്താ ക്രിസ്റ്റീന? അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണ്. ക്രിസ്റ്റീന മിടുക്കിയാണ് കേട്ടോ. ഈശോയോട് ചോദിച്ചു, അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്ന ഇപ്പോഴാണോ എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഗ്രഹിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പോയി എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞല്ലേ? അങ്ങനെ ശിഷ്യന്മാരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏൽപ്പിച്ചു. നമ്മൾ പഠിച്ചില്ലേ? ഇന്ന് നമ്മൾ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെക്കുറിച്ച്. ഈശോ നൽകി ഏറ്റവും വലിയ വാഗ്ദാനമാണ്, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ അയക്കും. നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ അയക്കും. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അവൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കും? പാപത്തെക്കുറിച്ച്, പിന്നെയോ ന്യായവിധിയെക്കുറിച്ച്. നമ്മൾ പാടുന്നുണ്ടല്ലേ, പാപവും പുണ്യവും വേർതിരിച്ചേക്കുന്ന ജ്ഞാനമായി ഒഴുകി വരുമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതല്ലേ? പാപമേതാ പുണ്യമേതാണെന്ന് നമുക്ക് തിരിച്ചറിയും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പന്തക്കുസ്ത തിരുനാളിനെക്കുറിച്ച് ഈശോ നമ്മളോട് ഇന്ന് പറയുന്നത്. തിരുവചനം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ഈശോയാണ്
സംസാരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചതല്ലേ? തിരുവചനം വായിക്കുമ്പോഴെല്ലാം ഈശോ നമ്മോട് സംസാരിക്കുന്നു അല്ലേ? അപ്പോൾ ഈശോ നമ്മോട് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയും എൻ്റെ മക്കൾ കേട്ടിരിക്കണം കേട്ടോ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരിക്കുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കറിയാം, പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് എന്തിൻ്റെ രൂപത്തിലാണ് വന്നത്? തീനാവുകളുടെ രൂപത്തിൽ. വേറൊരു സമയം പരിശുദ്ധാത്മാവ് വന്നായിരുന്നു. അതെന്തിൻ്റെ രൂപത്തിലാണ്? ഈശോയുടെ മാമോദീസാ വേളയിൽ പ്രാവിൻ്റെ രൂപത്തിലല്ലേ? മാറിപ്പോകരുത് കേട്ടോ. ഈശോയുടെ മാമോദീസാ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിലാണ് വന്നത്. ഇപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വന്നത്? തീനാവുകളുടെ രൂപത്തിൽ, അഗ്നിജ്വാലയിൽ അല്ലേ? സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം ദിവസം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന സംഭവമാണ് ഈ പന്തക്കുസ്താ തിരുനാളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്താ പന്തക്കുസ്താ തിരുനാളിൻ്റെ അടിസ്ഥാനം? അപ്പസ്തോലന്മാർ സമ്മേളിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. എങ്ങനെ? തീനാവുകളുടെ രൂപത്തിൽ. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്നാണ്. എന്നാൽ പന്തക്കുസ്താ തിരുനാളിൽ, മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത് കേട്ടോ. സഭ എന്ന ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളെല്ലാവരും ഓർത്തിരിക്കണം. എന്നാൽ പന്തക്കുസ്താ തിരുനാളിൽ ചാടി ഉത്തരം പറയണം. എന്നാൽ സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പന്തക്കുസ്താ തിരുനാളിൽ. സഭയിൽ വസിക്കുവാനും സഭയെ നയിക്കുവാനും പരിശുദ്ധാത്മാവിനെ അയച്ചതിൻ്റെ അനുസ്മരണമാണ് പന്തക്കുസ്തായിലുള്ളത്. എന്തൊക്കെയാ? സഭയെ നയിക്കുവാൻ, അതുപോലെ സഭയെ നയിക്കുവാൻ, സഭയിൽ വസിക്കുവാൻ, നമ്മുടെ സഭയെ നയിക്കുവാൻ, നമ്മുടെ സഭയിൽ വസിക്കുവാൻ. നമ്മുടെ സഭയെ ആരാ നയിക്കുന്നത്? മെത്രാന്മാരാണോ? മാർപ്പാപ്പയാണോ? അവരെല്ലാവരും നമ്മുടെ സഭയെ നയിക്കുന്നവരാ. പക്ഷേ അതിലെല്ലാം ആത്യന്തികമായിട്ട് നമ്മുടെ സഭയെ നയിക്കുകയും നമ്മുടെ സഭയെ വസിക്കുകയും ചെയ്യുന്നത് ആരാ? പരിശുദ്ധാത്മാവാ. നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ 3-ാമത്തെ ആളാണല്ലേ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് നമ്മളെ നയിക്കുവാനും സഭയെ നയിക്കുവാനും സഭയിൽ വസിക്കുവാനും ഒക്കെ പരിശുദ്ധാത്മാവിനെ അയച്ച തിരുനാളും കൂടിയാണ് ഏത് തിരുനാൾ? പന്തക്കുസ്താ തിരുനാൾ. ലോകാതിർത്തികൾ വരെയും ശിഷ്യന്മാർ ഈശോയുടെ സുവിശേഷവുമായി പോയതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈശോ നിർദ്ദേശിച്ചതനുസരിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ലഭിക്കുന്നത് വരെ ശിഷ്യന്മാർ ജെറുസലേമിൽ തന്നെ വസിച്ചു. എങ്ങും പോയില്ല. ഈശോ അവരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ ജെറുസലേം വിട്ട് എവിടെയും പോകരുതെന്ന്. നല്ല മിടുക്കരായ മക്കളെ പോലെ, എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളെ പോലെ ശിഷ്യന്മാരും ഈശോ പറഞ്ഞ അതേപോലെ അനുസരിച്ചു. കാരണം അവർ ഈശോയെ അനുഭവിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചല്ലേ? സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും ഒക്കെ ജീവൻ്റെ വചനത്തെ അവരറിയിച്ചത്. അപ്പോൾ അവർക്ക് ഈശോ പറഞ്ഞത് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ട് ഈശോ എങ്ങും പോയില്ല. അതുകൊണ്ട് മിടുക്കരായ ശിഷ്യന്മാരായിട്ട് അവർ ജെറുസലേമിൽ തന്നെ ഇരുന്നു, പരിശുദ്ധാത്മാവ് വന്ന് ശക്തി പ്രാപിക്കുന്നത് വരെ. പന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാർ സുവിശേഷ പ്രഘോഷണത്തിനായി യാത്രയായി. പന്തക്കുസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. അവരെന്ത് ചെയ്തു? അവർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും, നമുക്കറിയാം തോമാസ് ലീഹ ഭാരതത്തിൽ ഈശോയുടെ സുവിശേഷവുമായി വന്നല്ലേ? തോമാസ് ലീഹ വന്നതുകൊണ്ടാണ് നമ്മളും എന്തായത്? ക്രിസ്ത്യാനികളായത്. നമ്മൾ ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത് ആര് വന്നതുകൊണ്ടാണ്? തോമാസ് ലീഹ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ഈശോയെക്കുറിച്ച് പഠിക്കുമോ?
ഇല്ല. നമ്മുടെ ജീവിതത്തിന് വലിയ സന്തോഷം ഉണ്ടാകുമോ? ഇല്ല അല്ലേ? ഈശോയെക്കുറിച്ച് പഠിക്കാനൊക്കെ നമുക്ക് അവസരം നൽകിയത് തോമാസ് ലീഗ ഭാരതത്തിൽ വന്നതുകൊണ്ടാണ്. ഇതുപോലെ ഈ തോമാസ് ലീഗ വന്നതുപോലെ തന്നെ ഈശോയുടെ ശിഷ്യന്മാർ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ഈശോയുടെ സുവിശേഷവുമായിട്ട് പോയി. നമ്മുടെ ഭാരതത്തിൽ തോമാസ് ലീഗ വന്നതുപോലെ. നമുക്കറിയാം 12 പേരിൽ പെട്ടവനല്ലെങ്കിലും ഉദ്ധാനശേഷം ഈശോ അപ്പോസ്തലനായി തിരഞ്ഞെടുത്ത വിശുദ്ധ പൗലോസ് ആദിമസഭയിൽ ഏറ്റവും വലിയ പ്രേക്ഷിതനായിരുന്നു. ആദിമസഭയിലെ ഏറ്റവും വലിയ പ്രേക്ഷിതനാരായിരുന്നു? വിശുദ്ധ പൗലോസായിരുന്നു. പൗലോസിൻ്റെ തീഷ്ണത, പൗലോസിന് എന്താ തീഷ്ണത എന്നറിയാം? ഈശോയെക്കുറിച്ച് വലിയ തീഷ്ണതയുള്ള ആളായിരുന്നു. ആര്? വിശുദ്ധ പൗലോസ്. ഈശോയുടെ ശിഷ്യന്മാരിലല്ലെങ്കിലും വലിയ തീഷ്ണതയുള്ള ആളായിരുന്നു വിശുദ്ധ പൗലോസ് ലീഗ. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. നമുക്കറിയാം പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ? ആരാ പറയുന്നത്? ജോയൽ കൈപൊക്കി, അതുകൊണ്ടാണ് ഞാൻ ജോയലിൻ്റെ പേര് വിളിച്ചത്. എത്രാമത്തെ പുസ്തകമാണ്? 5-ാമത്തെ പുസ്തകമാണ്. മിടുക്കനാണ് കേട്ടോ. പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ. നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ ശക്തരായ ശിഷ്യസമൂഹം ആദിമസഭയിൽ എപ്രകാരമാണ് ജീവിത സാക്ഷ്യം നൽകിയതെന്ന് ഈ ഗ്രന്ഥം വിവരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനത്തിൽ എന്താ വിവരിക്കുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആദിമസഭയിൽ ശിഷ്യസമൂഹം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശിഷ്യസമൂഹം അല്ലെങ്കിൽ ആദിമസഭയിൽ എങ്ങനെയാണ് ജീവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിത സാക്ഷ്യം നൽകിയത് എന്നാ പരിശുദ്ധാത്മാവിന് നൽകിയതെന്ന് ഈ ഗ്രന്ഥം വിവരിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹത്തെയാണ് നാം അതിൽ കാണുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം ഒന്ന് വായിക്കണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹം. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നെല്ലാം ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമെന്ന് ഈ സുവിശേഷം പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമെന്ന് ഈ പുസ്തകം അറിയപ്പെടുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? മക്കൾ മറക്കരുത്. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം. ഈ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് സാറ് പറഞ്ഞു. എന്താ? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് ശിഷ്യരിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ജീവിത സാക്ഷ്യത്തിലൂടെ അവരെങ്ങനെയൊക്കെയാണ് മാതൃകയായത് എന്നെല്ലാമാണ് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ വിവരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലേഖനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ തുടർച്ചയായി 21 ലേഖനങ്ങളാണുള്ളത്. പുതിയ നിയമത്തിൽ എത്ര ലേഖനങ്ങളാണുള്ളത്? 21 ലേഖനങ്ങൾ. അതിൽ 14 ലേഖനങ്ങൾ പൗലോസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മക്കൾക്ക് അറിയത്തില്ലേ? വിശുദ്ധ പൗലോസ് ലീഗ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ ഈ 21 ലേഖനങ്ങളിൽ 14 ലേഖനങ്ങൾ പൗലോസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മറന്നു പോകരുത് കേട്ടോ. 21 ലേഖനങ്ങളുണ്ട്. അതിൽ 14 ലേഖനങ്ങൾ പൗലോസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. 7 ലേഖനങ്ങൾ കാത്തോലിക്ക ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നു. എത്ര ലേഖനങ്ങളാണ് കാത്തോലിക്ക ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്? 7 ലേഖനങ്ങൾ. എന്താ കാരണം? അവ ഒരു പ്രത്യേക സഭയെയോ വ്യക്തികളെയോ ഉദ്ദേശിച്ചുള്ളവയല്ല. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഈ കാത്തോലിക്ക ലേഖനങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് സാറ് പറയുന്നത് കേട്ടോ. അവ ഒരു പ്രത്യേക സഭയെയോ വ്യക്തികളെയോ ഉദ്ദേശിച്ചുള്ളവയല്ല, സാർവത്രിക സഭയ്ക്കായി എഴുതപ്പെട്ടതാണ്. സഭയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്, സാർവത്രിക സഭയ്ക്കായ എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിനെ കാത്തോലിക്ക ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ മക്കളെ? 21 ലേഖനങ്ങളാണുള്ളത്. അത് 14 ലേഖനങ്ങൾ ആരുടെ പേരിലാണ്? പൗലോസിൻ്റെ പേരിലാണ്. പിന്നെ 7 ലേഖനങ്ങളുണ്ടല്ലേ, അതിനെ കാത്തോലിക്ക ലേഖനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പിന്നെ യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദാ തദേവൂസ് എന്നിവരാണ് ഈ ലേഖനങ്ങളുടെ കർത്താക്കൾ. ആരൊക്കെയാ? യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദാ തദേവൂസ് എന്നിവരാണ് ഈ ലേഖനങ്ങളുടെ കർത്താക്കൾ. പത്രോസ് 2 ലേഖനങ്ങളും യോഹന്നാൻ 3 ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ.
പത്രോസ് 2 ലേഖനങ്ങളും യോഹന്നാൻ 3 ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ലേഖനങ്ങൾ നൽകുന്നു. എന്താ? നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ദൃഢപ്പെടുത്തുവാൻ, വിശ്വാസ ജീവിതം കൂടുതൽ തീഷ്ണതയുള്ളതാക്കി തീർക്കുവാൻ, നമ്മുടെ ഹൃദയം ജ്വലിക്കുവാനൊക്കെ ഈ ലേഖനങ്ങൾ ഉപകാരപ്പെടുന്നു. ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതനാണ്. ഓരോ ക്രൈസ്തവനും ആരാ? പ്രേക്ഷിതനാ. സാറും പ്രേക്ഷിതനാ, മോനും പ്രേക്ഷിതനാ, മോളും പ്രേക്ഷിതനാ, എല്ലാവരും പ്രേക്ഷിതനാ. നമുക്കറിയാം, സ്ലീഹന്മാർ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ തങ്ങളുടെ അറിവും കഴിവും പൂർണ്ണമായിട്ടും ഉപയോഗിച്ചു. അതിനായി ജീവൻ പോലും ബലി കഴിച്ചു. എൻ്റെ മക്കളെ, നമുക്കറിയാം, ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ഈശോയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനല്ല, ഈശോയുടെ സ്നേഹവും തങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും ഈ ലോകാതിർത്തികൾ വരെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈശോയുടെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പോയി അവരുടെ ജീവൻ ബലി കഴിച്ചു. അവരെല്ലാവരും എങ്ങനെയാണ്, എത്ര തീക്ഷ്ണമായിട്ടാണ് അവരുടെ ജീവൻ രക്തസാക്ഷിത്വം വരിച്ചതെന്ന് എൻ്റെ മക്കൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിച്ചു. യേശുക്രിസ്തു സത്യദൈവമാണെന്ന് ധൈര്യപൂർവ്വം പ്രഘോഷിച്ച അവിടുത്തെ അപ്പസ്തോലന്മാർ എപ്രകാരമാണ് മരിച്ചത്? വിശുദ്ധ പത്രോസ് തലകീഴായി കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു. വിശുദ്ധ അന്ത്രയോസ് അദ്ദേഹത്തെ യക്സ് ആകൃതിയിലുള്ള കുരിശിൽ ബന്ധിച്ച് കൊല്ലുകയായിരുന്നു. വിശുദ്ധ യാക്കോബ് AD 44 ജെറുസലേമിൽ വെച്ച് അദ്ദേഹം കഴുത്തറത്ത് കൊല്ലപ്പെടുകയായിരുന്നു. വിശുദ്ധ യോഹന്നാൻ, റോമാക്കാർ യോഹന്നാൻ സ്ലിഹായെ ഒരു കൊളോസിയത്തിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊന്നുകളയുന്നതിനു വേണ്ടി തിളച്ച എണ്ണയിൽ എറിയുകയും ചെയ്തു. വിശുദ്ധ ഫിലിപ്പോസ് വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ ഫിലിപ്പോസ് ലിഹായെ തലകീഴായി കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു. വിശുദ്ധ ബർത്തലോമിയ അൽബാൻ നഗരത്തിൽ വച്ച് ശിരച്ഛേദനം ചെയ്യപ്പെടുകയായിരുന്നു. വിശുദ്ധ മത്തായി പുനരുത്ഥാനവും ജീവനുമായ യേശുവിനെ തീഷ്ണതയോടെ പ്രഘോഷിച്ചതിന്റെ പേരിൽ എത്യോപ്യൻ രാജഭടന്മാരുടെ വാളിനിരയായി രക്തസാക്ഷിത്വം വഹിക്കുകയായിരുന്നു. ഹെൽപ്പയുടെ പുത്രനായ വിശുദ്ധ യാക്കോബ് ജെറുസലേമിലുടനീളം പ്രഘോഷിച്ച ഹെൽപ്പയുടെ പുത്രനായ യാക്കോബിനെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കെ ജെറുസലേമിൽ വെച്ച് യഹൂദർ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. വിശുദ്ധ ശിമയോൻ അദ്ദേഹത്തെ ശിരസ് മുതൽ പാദം വരെ ശരീരം നേർപകുതി 2 കഷ്ണങ്ങളായി കീറിമുറിച്ച് കൊല്ലുകയായിരുന്നു. വിശുദ്ധ യൂദാസ് തദേവൂസ് യൂദാസ് ലിഹായെ ദണ്ടുകൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ കഴുത്തറത്ത് മാറ്റുകയായിരുന്നു. വിശുദ്ധ പൗലോസ് അദ്ദേഹം റോമിൽ വെച്ച് തടവിലാക്കപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ കഴുത്തറത്ത് കൊല്ലുകയുമായിരുന്നു. വിശുദ്ധ മത്തിയാസ് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് തടവിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നതിനു ശേഷം ശിരച്ഛേദനം ചെയ്യുകയുമായിരുന്നു. വിശുദ്ധ തോമാസ് ലിഹ AD 72 മൈലാപ്പൂരിൽ വെച്ച് അവർ കുന്തം കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു അപ്പസ്തോലന്മാർ ഇപ്രകാരം രക്തസാക്ഷികളായത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കണ്ടോ മക്കളെ, കണ്ണ് നിറഞ്ഞു പോയില്ലേ? എത്രയോ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ തീക്ഷ്ണമായിട്ടാണ് അവരവരുടെ ജീവിതങ്ങൾ അർപ്പിച്ചതല്ലേ? അവരുടെ ജീവൻ പോലും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ബലി കഴിച്ചു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷം എത്തിക്കാനുള്ള ദൗത്യം ഇനിയും പൂർണ്ണമായിട്ടില്ല. നമുക്കറിയാം, ഈ ശിഷ്യന്മാർ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷം എത്തിക്കുവാൻ വേണ്ടിയിട്ട് പോയി അല്ലേ? ഈ ദൗത്യം ഇനിയും പൂർണ്ണമായിട്ടില്ല. ഇനി മുതൽ അത് തുടരേണ്ടത് ആരുടെ ദൗത്യമാ? സാറ് കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞായിരുന്നു, ആരുടെ ദൗത്യമാ? നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാ. സാറിൻ്റെ ദൗത്യമാണ്, എമ്മാനുവലിൻ്റെ ദൗത്യമാണ്, ഹെലൻ്റെ ദൗത്യമാണ്, തോമസിൻ്റെ ദൗത്യമാണ്. മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാ. ഇന്നുവരുന്നില്ല, ഓരോരുത്തരുടെയും ദൗത്യമാ ഈശോയുടെ സുവിശേഷം
ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എത്തിക്കാൻ. സാറ് പറഞ്ഞു, മാമോദീസ സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ഇതിന് കടമയുണ്ട്. കാരണം എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പോയി സുവിശേഷം അറിയിക്കുമെന്ന് ഈശോ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ഓരോ കുദാശയിലൂടെയും നമ്മളിലേക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? മാമോദീസ സ്വീകരിക്കുന്ന വഴി നമ്മൾ ക്രിസ്തുവിൻ്റെ അവകാശികളായി തീരുകയാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈശോ അവസാനമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്നാണ്. ഈശോ നമ്മളോടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമയുണ്ട്, യേശുവിനെ നൽകാനുള്ള കടമയുണ്ട്. നമ്മൾ പറഞ്ഞതല്ലേ, മാമോദീസ മുക്കുമ്പോൾ എന്തിലൊക്കെയാണ് സൈത്തെടുത്തിട്ട് നമ്മുടെ നെറ്റിയെ പൂശിയിട്ട് വൈദികൻ പറയുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് സ്ഥാനം നൽകുന്നുവെന്നാണ് പറയുന്നത് അല്ലേ? മനുഷ്യൻ്റെ നിത്യരക്ഷയാണ് സന്ദേശത്തിൻ്റെ ലക്ഷ്യം. ഈ സുവിശേഷം മുഴുവനും നമുക്കറിയാം, ഈ തിരുവചനം മുഴുവനും രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താണ്? മനുഷ്യൻ്റെ നിത്യരക്ഷയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും നിത്യരക്ഷയാണ് ഈ തിരുവചനത്തിൽ മുഴുവനും ഉള്ളത്. ഈ രക്ഷയാകട്ടെ ഈശോ മിശിഹായിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആരിലൂടെയാണ് ലഭിക്കുന്നത്? ഈശോ മിശിഹായിലൂടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12 പറയുന്നത്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മൾ വലിയ ധ്യാനമൊക്കെ കൂടുമ്പോൾ തീക്ഷ്ണമായിട്ട് പാടുമല്ലേ, ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ. എത്ര തീക്ഷ്ണമായിട്ടാണ് നമ്മൾ പാടുന്നതല്ലേ? കൈയെല്ലാം അടിച്ച് നമ്മൾ പാടിയല്ലേ? പാടുമല്ലേ? ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആരുടെ നാമമല്ലാതെ? ഈശോയുടെ നാമമല്ലാതെ രക്ഷയ്ക്കായി വേറൊരു നാമവും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈശോ കർത്താവാണെന്ന് വ്യക്തമായി പ്രഘോഷിക്കണം. ഏറ്റവും വലിയ ജീവിത മാതൃകയാണ് ഏറ്റവും വലിയ ശക്തമായ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മാതൃകയാണ്. സാറിൻ്റെയും മോൻ്റെയും മോളുടെയും എല്ലാം ജീവിത മാതൃക ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. ഈശോ പറയുന്നുണ്ട്, എന്താണ്? നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. ഇല്ലേ മക്കളെ? മഹത്വപ്പെടുത്തണം. നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ സൽപ്രവർത്തികൾ കണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. അതാ നമ്മുടെ കടമ. അതിനാണ് നമ്മൾ ഈ വേദപാഠമൊക്കെ പഠിക്കുന്നത്. മഹത്വപ്പെടുത്തിയല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ മിടുക്കരായിരിക്കണം. ഈ പാഠം പഠിച്ചപ്പോൾ നമ്മൾ എന്താ? പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് നൽകിയതിനെക്കുറിച്ചാണ് പഠിച്ചതല്ലേ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സുവിശേഷം അറിയിക്കാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഈശോ പറയുക മാമോദീസ സ്വീകരിച്ചതിലൂടെ. മക്കളെല്ലാവരും ഈശോയെ പ്രഘോഷിക്കുകയല്ലേ? പ്രഘോഷിക്കുക. എത്ര സന്തോഷത്തോടെയാണ് പ്രഘോഷിക്കുക എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സാറിൻ്റെ ഹൃദയവും ജ്വലിക്കുക കേട്ടോ. സാറിൻ്റെ ഹൃദയം ജ്വലിക്കുക. സാർ വഴി കാട്ടാൻ ഒരു തിരുവചനം എൻ്റെ മക്കളെ പഠിപ്പിക്കാം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12. എൻ്റെ മക്കൾ ഇത് കാണാണ്ട് പഠിക്കണം. സാർ ഒന്നാടെ പറയാം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആരുടെ നാമമാ? ഈശോയുടെ നാമമല്ലാതെ അല്ലേ? സാറ് പാട്ട് പാടി, ആകാശത്തിന് കീഴിൽ വേറൊരു നാമവും ഇല്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ഈ വചനം കാണാണ്ട് പഠിക്കണം. അതുപോലെ നമ്മുടെ പാഠത്തിൻ്റെ അവസാനം നമ്മുടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻ എഴുതി. ഈ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യനുണ്ട്. സുവിശേഷ സന്ദേശത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മനുഷ്യൻ്റെ നിത്യരക്ഷയാണ്. സാറ് പറഞ്ഞല്ലേ, മനുഷ്യൻ്റെ നിത്യരക്ഷയാണ്. അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-9 അധ്യായങ്ങൾ വായിച്ച് വിശുദ്ധ പൗലോസ്ലീഹായുടെ മാനസാന്തര കഥ ഒന്ന് വിവരിക്കണം. നമ്മളൊന്ന് മനസ്സിലത് ധ്യാനിച്ച് എത്ര സുന്ദരമായിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ മാനസാന്തരപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ മക്കളെല്ലാവരും ഒന്ന് വായിക്കണം. അത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ എഴുതി നിങ്ങളുടെ ക്ലാസ് അധ്യാപകന് അയച്ചു കൊടുക്കണം. മിടുക്കരാ, അവർ വിളിക്കാറുണ്ട്, എല്ലാവരും നോട്ട് അയക്കുന്നുണ്ടെന്നും പറഞ്ഞ്. അപ്പം മിടുക്കരായിട്ട് നിങ്ങൾ അത് അയച്ചു കൊടുക്കണം.
ഈ പാഠം പഠിച്ചത് വഴി നമ്മൾ വലിയൊരു തീരുമാനത്തിലെത്തണം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട് അല്ലേ? പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നാം തിരിച്ചറിയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലുണ്ട്. നമുക്കറിയാം, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന പരിശുദ്ധാത്മാവാണ്. ജ്ഞാനം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലേ? എല്ലാ അറിവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? എല്ലാവരും പരിശുദ്ധാത്മാവ് ഇനി നമുക്ക് ഓരോരുത്തർക്കും ഈശോ നൽകിയിട്ടുണ്ട്. ആ ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങേ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനപദങ്ങളുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനങ്ങൾ, ദുരന്തങ്ങൾ, പകർച്ചവ്യാധികൾ മുതലായവയിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ലോകം മുഴുവനും രക്ഷിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, നീ എന്നും ഞങ്ങൾക്ക് സഹായവും മധ്യസ്ഥയും അഭിഭാഷിയും ആയിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മൾ ഉണർത്തി നമുക്ക് വലിയ ശക്തി നേടണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ സ്ലീഹന്മാർ ശക്തി പ്രാപിച്ചതുപോലെ എൻ്റെ മക്കളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശുദ്ധരായ മക്കളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. From everywhere, feeling the air. Oh, how they pound, raising the song. Oh, he lent it to tell and the tear. Carrying the river, people say,